എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡ് വ്ളോഗായിരുന്നു. വീക്കെൻഡിൽ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഷോപ്പിങ്ങിന് എപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞാൽ ഇ മാർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറിലാണ് പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കോസ്കോ എന്ന് പറയുന്ന സ്റ്റോറിലാട്ടോ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഒരുപാട് ബണ്ടിലായിട്ട് നമുക്ക് ഫുഡൊക്കെ വാങ്ങാനുള്ള ടൈമിൽ മാത്രമാണ് നമ്മളിവിടെ പോകുന്നത്. നമുക്കിവിടെ മെമ്പർഷിപ്പ് ഇല്ല കേട്ടോ. ഈ മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർ ഇതിനെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് വന്നേക്കുന്നത് ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററും അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് വന്നേക്കുന്നത്. അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഉമ്മാക്കും ആബുജിക്കും മെമ്പർഷിപ്പ് ഉണ്ട്. ഒപ്പാടെ മൂത്ത സിസ്റ്ററിനും ഹസ്ബൻഡിനും മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമാണ് ഇല്ലാത്ത. ഒപ്പം വിചാരിക്കുന്നത് മെമ്പർഷിപ്പ് ഞങ്ങളിവിടെ സാധാരണ കുഞ്ഞിയുടെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ വരുന്നത്. അല്ലാത്തപ്പോൾ ഞങ്ങൾ വരാറില്ല. അപ്പം വെറുതെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് മാസം പൈസ അടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ കാർഡ് എടുക്കാത്തത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കിവിടെ വലിഞ്ഞൊട്ടി പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വലിഞ്ഞേറി വന്നു. അപ്പോൾ ഒപ്പത്താ ഇപ്പോൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പാടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അതിന് എന്തോ സെയിലും കണ്ടുണ്ടെന്ന് കണ്ടു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇതാണ് ആ സാധനം. അങ്ങനെ അത് വാങ്ങിയ ഉടനെ തന്നെ നോക്കിയപ്പോൾ കാണാം ഇപ്പോൾ ഫോണെടുത്ത് ഒപ്പാടെ സിസ്റ്റേഴ്സിനെല്ലാം വിളിച്ച് ചോദിക്കുവാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, ഇപ്പോൾ സെയിലുണ്ട് വാങ്ങിക്കൊണ്ട് തരാമെന്ന്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ മീറ്റൊക്കെ ബണ്ടിലായിട്ട് ആണ് നമുക്കിവിടെ നിന്ന് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് ഇവർക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടമില്ലാത്തത് കാരണം തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിയിട്ട് നമ്മൾ 3 ഫാമിലിയും കൂടെ ഷെയർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഇതൊക്കെ മീറ്റ് നോക്കിയേ, ഇതെല്ലാം നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിംഗ് മോളുകളിൽ പോയി കഴിഞ്ഞാൽ വൈഫിനെയാണല്ലോ കാണാതാകുന്നത്. കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ വൈഫ് എവിടെ പോയി എന്ന് അറിയാൻ പറ്റാതെ ഇങ്ങനെ തിരഞ്ഞു കിടക്കുന്ന ഹസ്ബൻഡുമാർ ഒരുപാടുണ്ടല്ലോ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഞാൻ ഈ മീറ്റിൻ്റെ കാര്യം ഒന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാം ആളെ കാണാനില്ലെന്നേ. എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയാനേ വയ്യ. ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണെന്നേ. എവിടെയെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ആളെ കാണാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് ആ ട്രോളിക്കകത്ത് എന്തെങ്കിലുമൊക്കെ പറക്കിയിട്ടുണ്ടായിരിക്കും വരുന്നത്. ഞാൻ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് അതിനകത്ത് സ്ട്രോബെറിയും അതേപോലെ തന്നെ വേറെ ആശാൻ ഇഷ്ടമുള്ള എന്തൊക്കെ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. എന്ത് ചെയ്യാനെന്ന് പറയാം, മായാവിയാണെന്നേ. ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ മായാവിയാവും. എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും വാങ്ങാനായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒപ്പാടെ സിസ്റ്റർ അവർക്ക് എന്തോ വാങ്ങാനുണ്ട്, അപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിവിടെ വന്നതാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എന്തായാലും വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ തിരക്കി നടന്ന സമയത്ത് ഒപ്പായെ കാണാനില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒപ്പായെ കിട്ടിയപ്പോൾ കാണാൻ കാർട്ടിൽ വീണ്ടും എന്തോ ഒരു സംഭവം വാങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസ് നൂഡിൽസിൻ്റെ സ്നാക്സാണ്. അപ്പോൾ അതെല്ലാം വാങ്ങി അങ്ങനെ നമ്മൾ നേരെ അതെല്ലാം വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ പോകാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോളിംഗ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള അദ്ദേഹത്തിന് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. സാധാരണ ഒപ്പാക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒപ്പാക്ക് വീടാണ് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. വീട്ടിലിരുന്ന് ഗെയിം കളിക്കുന്ന കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊറിയയിൽ വന്നിട്ട് ഇതുവരെയും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പോളിംഗ് ചെയ്യുന്നിടത്ത് വരുന്നതും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാതെ നമ്മൾ പേയ്മെൻ്റ് എല്ലാം ഒരു ഗെയിമിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു ഗെയിമിന് ഇവിടെ ഇപ്പോൾ ഒരു 3500 വണ്ണോ 4000 വണ്ണോ ആയിരുന്നു. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പ്രൈസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ
ഷൂസ് ഇടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ചെരുപ്പ് അവർ വെച്ചിട്ടുണ്ട്. സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ചെരുപ്പിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ചെരുപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് കയറാൻ. കാരണം ഈ ബോളിംഗ് ചെയ്യുന്ന ആ സ്ഥലത്തോട്ട് കയറുന്ന സമയത്ത് അതിൽ അവിടെ പൊടിയൊക്കെ ഇരുന്നാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് കയറണമെന്ന്. പക്ഷേ എനിക്ക് അവർ മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചെരുപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പിട്ടുകൊണ്ട് ഇവിടെ കൂടെ നടക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം പൊടിയായിരിക്കുമല്ലോ. അപ്പോൾ ആ പൊടി വീണ്ടും നമ്മളെ ആ ചെരുപ്പിൻ്റെ അടിയിൽ പറ്റി പിടിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അല്ല ഇനി നമ്മൾ ആ ബോളിംഗ് ചെയ്യുന്നതിൻ്റെ ആ തൊട്ട് അവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഷൂസ് നമ്മൾ ഇടേണ്ടത്. പക്ഷേ എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ആ ചെയറിൽ തന്നെ ഇരുന്നിട്ട് ഷൂസ് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക നേരെ ഇനി ബോളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബോളിംഗ് ചെയ്യുന്നതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള വെയിറ്റിലുള്ള ബോൾ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള ബോൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ഇത് ബോൾ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഏറ്റവും ചെറിയ വെയിറ്റുള്ള ഏതാണ് എന്ന് നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ 6 കിലോയുടെ കേട്ടോ എടുത്തത്. ഒപ്പാടെ അനിയത്തിയല്ല ഒപ്പാടെ ചേട്ടത്തി, രണ്ടാമത്തെ ചേട്ടത്തി എടുത്തതെന്ന് പറഞ്ഞാൽ 13 കിലോ ഉള്ളതാണ് എടുത്തത്. അതിന് ഒപ്പ അതിനെക്കാട്ടി കുറച്ചൊരു വെയിറ്റ് കൂടുതലുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഈ സംഭവമെല്ലാം ഞാൻ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളുമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിവിടെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് കളിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ കൊറിയക്കാർക്ക് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അതേപോലെ തന്നെ എന്താ പറയുക വേറെ കുറേ എന്തൊക്കെയോ ഉണ്ട്. ഇവർക്ക് ഈ വിയർപ്പ് ഇങ്ങനെ വിയർക്കുന്ന ഗെയിമുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനുശേഷം എനിക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കാരണം ഒപ്പാടെ സിസ്റ്റർ എനിക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒപ്പാടെ ഊഴമായിരുന്നു ആദ്യത്തെ ഊഴം. അങ്ങനെ ഒപ്പ ഫെയിലായിപ്പോയി. അങ്ങനെ ഞാൻ ഒപ്പായെ ഒരുപാട് കളിയാക്കി നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒപ്പ വലിയ കാര്യത്തിൽ ഞാനിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഒപ്പാക്ക് പറ്റിയില്ലായിരുന്നു. ഒപ്പാടെ സിസ്റ്ററിന് അവർ വല്ലപ്പോഴൊക്കെ ഈ ഗെയിം പോയി കളിക്കുന്ന കാരണം തന്നെ അവർക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. ഇനി എൻ്റെ ഊഴാണ് കേട്ടോ. 이렇게 우려. 오. അങ്ങനെ ഒപ്പ ഒരു ഗെയിം ജയിച്ചു കേട്ടോ. അങ്ങനെ ഒപ്പ ജയിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ലാസ്റ്റായിട്ട് ഞാനിവിടെ ഒന്ന് എറിഞ്ഞു നോക്കി എന്തെങ്കിലും ആവുമോ എന്ന്. പക്ഷേ ഞാൻ ഫെയിലായിപ്പോയി. എന്ത് ചെയ്യാനാന്ന് പറയാം. എന്തായാലും സാരമില്ലല്ലേ, ഞാൻ ആദ്യമായിട്ട് കളിച്ച് നോക്കുന്നതുകൊണ്ട് സാരമില്ല എന്ന് ഒപ്പ പറഞ്ഞു. പക്ഷേ എന്നെ ഒരുപാട് കളിയാക്കി ഒപ്പ.
അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒപ്പാടെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ കൂടെ ഇല്ലായിരുന്നു കേട്ടോ. ഒരാളെന്ന് പറഞ്ഞാൽ ഒമ്മായും ആബുജിയും അവരുടെ ഒമ്മാടെ ആബുജിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഒപ്പാടെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടാട്ടോ വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ബേഡായിരുന്നു. ഫ്രീ ബേഡ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഫ്രീ ബേഡായിരുന്നു. ലേറ്റായിട്ട് വീട്ടിൽ പോയാലും മതി, വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ മാക്സിമം വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുള്ള് കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഗെയിമിംഗ് കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെയും കൂടെ പോയി ഒന്ന് ഗെയിം കളിച്ചിട്ട് നോക്കാം. അപ്പോൾ നേരെ നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടോട്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക ഒപ്പാടെ സിസ്റ്ററും ഒക്കെ കുറച്ചുകൂടി മെച്ചുറായിട്ടുള്ള എന്തെങ്കിലും ഗെയിമായിരിക്കും കളിക്കുന്നതെന്ന്. എൻ്റെ പൊന്നെ, മുതുക്കനും മുതുക്കിയായി, എന്നാലും കൊച്ചു പിള്ളേരുടെ മനസ്സാണെന്നേ. അപ്പോൾ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വന്ന് നിന്ന ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. നമ്മൾ പണ്ട് ഈ മാഗസീനിലൊക്കെ കളിക്കുന്ന ഗെയിമുണ്ടല്ലോ, 2 പിക്ചർ വന്നിട്ട് അതിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് 2 പേരും കൂടെ ഓടി ഇതിലോട്ട് വന്നതും. എന്തു പറയാനാ, വയസ്സായി വരുംതോറും കുഞ്ഞുങ്ങളുടെ മനസ്സായി മാറുമെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗെയിമുകൾ ഇരിപ്പുണ്ടായിരുന്നു, പലതരത്തിലുള്ള ഗെയിമുകളും. അപ്പോൾ സാധാരണ ഞാനും ഒപ്പായും ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററും ഹസ്ബൻഡും നമ്മളിവർ 4 പേരൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഗെയിം കളിക്കാനൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടർ ഒരേപോലെ ആയത് കാരണം തന്നെ പരസ്പരം എപ്പോഴും നല്ലതുപോലെ നല്ലതുപോലെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം ഇതാ ഈ സംഭവം ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ചിരിയാണ് വന്നത്. കാരണം ഞാൻ വിചാരിച്ചു വല്ല വെടിവെക്കുന്ന ഗെയിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിമൊക്കെ ആയിരിക്കും കളിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാലില്ല, കൊച്ചു കുട്ടികൾ കളിക്കുന്ന ഗെയിമല്ലേ. ആ ഗെയിം തന്നെ ഭയങ്കര ആകാംക്ഷയോടുകൂടിയാണ് കളിക്കുന്നതെന്ന്. അപ്പോൾ നോക്കിക്കാണാൻ ഒപ്പം എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. ഒരു പേപ്പർ പോലെ ഒരു സാധനം ഇങ്ങനെ നീണ്ട് വരുന്നത് കണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒപ്പം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒപ്പാടെ സിസ്റ്ററിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജെല്ലിയാണ്. ഒരു സൈസ് നീണ്ടിരിക്കുന്ന ജെല്ലിയാണെന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഒപ്പം ഇത്രയും വയസ്സായിട്ടൊപ്പം കൊച്ചു പിള്ളേരും ഇല്ല സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പണ്ട് സിപ്പൊക്കെ കുടിച്ചിട്ട് വരുമല്ലോ നമ്മൾ, അതേപോലെ ആ ജെല്ലി കഴിച്ചുകൊണ്ടിരിക്കുവാണെന്നേ. അപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനെന്നേ. അങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഈ ഗെയിം ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഗെയിം, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം അല്ല ഗൈസ്. ആദ്യമൊക്കെ നല്ല എളുപ്പമായിരുന്നു. പിന്നെ ലെവൽ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. ഭയങ്കര പാടായിരുന്നു, അറിയാനേ പറ്റാത്ത രീതിയിലുള്ള പിക്ചേഴ്സായിരുന്നു. 왜? 하고 있을 때까지 사진 찍을래? 내영이랑 비슷해. 근데 네가 좋아했어. 잠깐만. 들어가. 아자아자 파이팅! 첫 판에 죽은 건 아니겠지?
같은 곳에서 강력한 샷이 있는데 잘 맞춰줄까? 버튼을 누르면 스킵을 해요. 빨리. അങ്ങനെ ഞാനും എനിക്ക് പറ്റുന്ന കുറച്ച് ഗെയിംസൊക്കെ ഞാനും കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ മൊബൈലിലുള്ള ഗെയിം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റേഷനിൽ ഉള്ള ഗെയിം അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കാനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഈ ഗെയിമൊക്കെ ഇങ്ങനെ കളിച്ച് നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, അടിപൊളി. ഞാൻ ഇത്രയും നാൾ വിചാരിച്ച ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കൊള്ളത്തില്ലായിരിക്കും, നമുക്ക് വീണ്ടും വീണ്ടും കളിക്കാൻ തോന്നും, ആ ഒരു ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇതെല്ലാം കളിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ തെറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഗെയിം ഇവിടെയൊക്കെ വന്ന് കളിക്കുന്നത് നമ്മൾ ഭയങ്കര അഡിക്റ്റായി പോകുന്നു. അപ്പോൾ ഞാൻ ഒപ്പാടത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് വീണ്ടും ഈ ഗെയിമെല്ലാം കളിക്കാൻ വേണ്ടി വരണമെന്ന്. അപ്പോൾ ഒപ്പം പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കെ ഡൺ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് തോറ്റോ ജയിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കളിച്ച് നോക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്തു. ഭയങ്കര ഫ്രീ ബേർഡുകളായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.